പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 9-ാം ശ്ലോകം ശാങ്കരഭാഷ്യം. ഒരു ചോദ്യമുണ്ട്. ജീവന് പ്രാണനെ സംബന്ധിച്ച് നിയന്ത്രണമില്ല എന്ന് പറഞ്ഞു. സൂക്ഷ്മ ശരീരത്തിൽ പ്രാണസ്പന്ദനം എത്ര നാൾ നിലനിൽക്കും? ജീവഭാവമുള്ള കാലത്തോളം എന്നാണെങ്കിലും ജ്ഞാനികളെ സംബന്ധിച്ച് എന്ത് പറയും? ജീവന് പ്രാണനെ സംബന്ധിച്ച് നിയന്ത്രണമില്ല എന്ന് പറയുന്നത് സാധാരണ ജീവന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. പ്രാണനെ നിയന്ത്രിക്കണമെന്ന് ബോധപൂർവ്വം ശ്രമിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന യോഗിമാർക്ക് പ്രാണനെ സംബന്ധിച്ച് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. സാധാരണ അതിന്റെ പ്രത്യേകമായ അഭ്യാസങ്ങൾ ശീലിക്കുന്നവർക്ക് പ്രാണനെ നിയന്ത്രിക്കാനും പ്രാണനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനും ഒക്കെ അവർക്ക് കഴിയും. അപ്പോൾ സാധാരണ ജീവന്മാരെ സംബന്ധിച്ചാണ് പ്രാണനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നിയന്ത്രണം ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ പ്രാണസ്പന്ദനം എത്ര നാൾ നിലനിൽക്കുന്നതാണ്. അതായത് ജീവനെ സംബന്ധിച്ച് ഈ സംസാരം, ജനനമരണങ്ങൾ അനാദിയായി തുടങ്ങിയിരിക്കുകയാണ്. എത്ര കാലം അത് നിലനിൽക്കുമോ അത്രയും കാലം സൂക്ഷ്മ ശരീരത്തിൽ പ്രാണസ്പന്ദനം നിലനിൽക്കും. അതായത് ഒരു മരണശേഷവും ആ ജീവൻ അടുത്തൊരു ശരീരം സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രാണന്റെ സഹായത്തോടെയാണ് നിർവഹിക്കുന്നത്. അത് ഗീതയിൽ 15-ാം അധ്യായത്തിൽ പറയും. അപ്പോൾ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ പ്രാണസ്പന്ദനം ഉണ്ടായിരിക്കും. ജീവഭാവമുള്ള കാലത്തോളം എന്നാണെങ്കിൽ ജ്ഞാനികളെ സംബന്ധിച്ച് എന്ന് പറയും. ജ്ഞാനികളെ സംബന്ധിച്ചും അങ്ങനെയാണ്. ജ്ഞാനിയെ സംബന്ധിച്ചും ജ്ഞാനെ സംബന്ധിച്ച് ഇത്രയേ വ്യത്യാസമേ ഉള്ളൂ. പ്രാണന്റെ ഉത്ക്രമണം ആ ശരീരത്തിൽ നിന്ന് സംഭവിക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. അത്രൈവ സമവലീയന്തേ, നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുണ്ട് ബ്രഹ്മസൂത്ര. ഉത്ക്രമണം സംഭവിക്കുന്നില്ല. അത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ശരീരനാശത്തോടൊപ്പം സ്ഥൂല ശരീരത്തിനെന്താ ജ്ഞാനിയുടെ സംഭവിക്കുന്നത്? ജ്ഞാനിക്ക് സ്ഥൂല ശരീരം ഉണ്ടോ? ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പരമാർത്ഥത്തിലില്ല എങ്കിലും നമുക്ക് പറയേണ്ടി വരും അവിടെ സ്ഥൂല ശരീരം ഉണ്ടെന്ന്. എന്തുകൊണ്ട്? ജ്ഞാനിയും വ്യവഹരിക്കുന്നുണ്ട്. ശിഷ്യോപദേശം, ഗ്രന്ഥരചന, ധർമ്മപ്രവർത്തനങ്ങളെല്ലാം ജ്ഞാനി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനെ ആശ്രയിച്ച് നടത്തുന്നു? സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചു. അതുകൊണ്ടെന്ന് പറയുന്നു? സ്ഥൂല ശരീരം ഉണ്ടെന്ന് പറയുന്നുണ്ട്.
അത് തന്നെയാണ് സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ചും ഉള്ള നല്ല രണ്ടും തമ്മിലൊരു വ്യത്യാസം. ഞാനിക്ക് സ്ഥൂല ശരീരമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം ഉണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വേറൊരു ചോദ്യം വരാം, ഞാനിക്ക് കാരണശരീരമുണ്ടോ എന്ന് ചോദിക്കാം. കാരണം കാരണശരീരം എന്ന് നമ്മൾ സാധാരണ പറയുന്ന അജ്ഞാനം എന്ന് പറയുന്നു കാരണശരീരം. ഞാനീ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാരണശരീരം നിലനിൽക്കും? അത് സാധാരണ ഒരു ചോദ്യമായി വരാറുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ജ്ഞാനിയിൽ നമ്മൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാണുന്നുണ്ടെങ്കിൽ അവിടെ കാരണശരീരമുണ്ട്. അതിങ്ങനെ അജ്ഞാനം കൊണ്ട് അത് നശിക്കണമല്ലോ. അപ്പോൾ കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യവും നശിക്കണമെന്നാണ് നിയമം. മണ്ണ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട ശേഷിക്കത്തില്ല. അപ്പോൾ അജ്ഞാനമാണ് ഇതിനെല്ലാം ഉപാദാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാലും നമ്മൾ കാണുന്ന എന്താണ്? അതിന്റെ കാര്യമായ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അജ്ഞാനം ജ്ഞാനിയിൽ നശിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കാര്യമായ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ നശിക്കേണ്ടതാണ്. പക്ഷെ അത് കാണുന്നുണ്ട്. അതിന്റെ കാരണം നശിച്ചതിന് ശേഷം പിന്നെ കാര്യം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് സാധാരണ ഒരു ചോദ്യം ഈ ചർച്ചയിൽ വരാറുണ്ട്. അതിന് പറയുന്നത് എങ്ങനെയാണ്? സ്ഥൂലമായ ശരീരം നമ്മൾ കാണുന്നുണ്ട്, അത് പരമാർത്ഥത്തിൽ ഉള്ളതുകൊണ്ടല്ല. അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരവും കാരണശരീരവും പരമാർത്ഥത്തിൽ ഇല്ലെങ്കിലും നിലനിൽക്കും. അതിനും സമാധാനം പറയുന്നുണ്ട്. ബാധിതാനുവൃത്തി നശിച്ചതിന് ശേഷവും തുടർന്ന് നിലനിൽക്കുക. അതുകൊണ്ടാണ് ജ്ഞാനിയിലും വ്യവഹാരങ്ങൾ, ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം ജ്ഞാനിയിലും കാണുന്നുണ്ട്. ഇത്തരം വ്യവഹാരങ്ങളെല്ലാം ഉണ്ട്. ഉറങ്ങുന്നുണ്ട്, ഉണർന്നിരിക്കുന്നുണ്ട്. ഇതെല്ലാം നശിച്ചതിന് ശേഷം അനുവർത്തിക്കുന്നു, ബാധിതമായി അനുവർത്തിക്കുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അജ്ഞാനിയിലിരിക്കുന്ന ഈ ശരീരത്രയം അത് ആ ജീവനെ ബന്ധിപ്പിക്കുന്നു. ജ്ഞാനിയിൽ നമ്മൾ ആരോപിക്കുന്ന ആ ശരീരത്രയം അവിടെ ബന്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജീവഭാവം ഉള്ളിടത്തോളം കാലമെന്ന് നമ്മൾ പറയുന്നത് അജ്ഞാനിയെ സംബന്ധിച്ചാണ്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ ആ ജീവഭാവം പരമാർത്ഥത്തിലില്ല. പക്ഷെ നമ്മളതിൽ ആരോപിക്കുന്നു, കല്പിതമായിട്ടുണ്ട്. അത് കാണുന്നവൻ അവന്റെ അജ്ഞത കൊണ്ട് കൽപ്പിക്കുന്നു. ജ്ഞാനി ആ കൽപ്പനയെ തിരിച്ചറിയുന്നത് കല്പിതമാണെന്ന് തിരിച്ചറിയുന്നു. പരമാർത്ഥത്തിൽ ഇതൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവ്, വിവേകം, അതാണ് ജ്ഞാനിക്ക് സഹജമായിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനിയിൽ ജീവഭാവമുണ്ടോ, സ്ഥൂലശരീരമുണ്ടോ, കാരണശരീരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരമാർത്ഥത്തിലില്ല, പക്ഷെ ആരോപിതമായി നിലനിൽക്കുന്നു. അത് ആരോപിതമാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ ജ്ഞാനി എന്നൊരാളെ കരുതുന്നത്. അത് എന്തുകൊണ്ടങ്ങനെ നിലനിൽക്കുന്നു, എന്തുകൊണ്ട് ആരോപിക്കുന്നു? അതിനാണ് പ്രാരബ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞതാണ്. ആ പ്രാരബ്ധം എന്ന് പറയുന്നത് സംസ്കാരമാണ്. ആ പ്രാരബ്ധ സംസ്കാരം നശിക്കുന്നതോടുകൂടി ഇതെല്ലാം അപ്രത്യക്ഷമാകും. അജ്ഞാനിയിൽ നിന്ന് ഈ ശരീരത്രയം ഇല്ലാതാകുന്നു, ആരോപിതമായിരിക്കുന്നതല്ല ഇല്ലാതാകുന്നു. അതാണ് അതിനെക്കുറിച്ച് പറയുന്ന സമാധാനങ്ങൾ. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ചോദിക്കുന്ന ഏത് സംശയവും സ്ഥൂല ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ കാരണശരീരത്തെക്കുറിച്ച് അതെല്ലായിടത്തും സമാധാനം ഒന്നാണ്. സ്ഥൂല ശരീരത്തിൽ ഇതെല്ലാം സംഭവിക്കാമെങ്കിൽ അതെല്ലാം സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ സംഭവിക്കാം. ബ്രഹ്മസൂത്രത്തിൽ പശ്വാദിപിഷ്ട വിശേഷ എന്ന് പറയുന്ന ഭാഗം ചർച്ച ചെയ്തപ്പോൾ നമ്മളിതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ആ ഭാഗം ഉപരികൂടെ ശ്രദ്ധിച്ചു നോക്കാം.
ഇനി ഇവിടെ 50-ാമത്തെ ശ്ലോകമാണ്. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. ഭാഷ്യത്തിൽ ബുദ്ധിയുക്ത സമത്വ വിഷയ ബുദ്ധ്യായുക്തോ ബുദ്ധിയുക്ത സ ജഹാതി പരിത്യജതി. ബുദ്ധിയുക്തൻ എന്ന് പറഞ്ഞാൽ സമത്വ ബുദ്ധിയോടുകൂടിയവൻ. ബുദ്ധി സമത്വ ബുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ബുദ്ധിയുക്തൻ സ ജഹാതി പരിത്യജതി. എന്താണ് ഇഹ അസ്മിൻ ലോകി ഉഭി സുഹൃത ദുഷ്കൃതി പുണ്യപാപി സത്വശുദ്ധി ജ്ഞാനപ്രാപ്തിദ്വാരേണ അസ്മിൻ ലോകെ ഈ ശരീരത്തിൽ തന്നെ, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുക, ഈ ലോകത്തിൽ കഴിയുക എന്നും പറയാം. ഉഭയ സുഹൃത ദുഷ്കൃതയെ പുണ്യത്തെയും പാപത്തെയും. അതാണ് നമ്മൾ വിശദീകരിച്ചത് കഴിഞ്ഞ 1-2 ചർച്ചകളിൽ. പുണ്യപാപി അതെങ്ങനെ ആത്യന്തികമായിട്ട് ഈ നാശം എങ്ങനെ സംഭവിക്കുന്നു? സത്വശുദ്ധി ജ്ഞാനപ്രാപ്തിദ്വാരയാണ്. സത്വശുദ്ധിയിലൂടെയും ജ്ഞാനപ്രാപ്തിയിലൂടെയും. ഈ കർമ്മയോഗത്തെക്കുറിച്ച് ഇനിയും വരുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ വീണ്ടും വിശദീകരിച്ച് വരും. മുമ്പോട്ട് പോകുന്ന പല ഭാഗങ്ങളിലും കർമ്മയോഗം വീണ്ടും വരും. ആ കർമ്മയോഗത്തിന്റെ പല ഭാവങ്ങളും ഇനിയും ചർച്ച ചെയ്യുകയാണ്. ഇവിടെ അത് ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. നമ്മുടെ കർമ്മയോഗം പൂർത്തിയായിട്ടില്ല. ഇനി അതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി പറയുന്നു. കർമ്മയോഗി എങ്ങനെ ഈ കർമ്മ സംസ്കാരത്തെ നശിപ്പിക്കുന്നു? ചിത്തശുദ്ധിയിലൂടെയും ജ്ഞാനപ്രാപ്തിയിലൂടെയും. യഥാ തസ്മാൽ സമത്വബുദ്ധി യോഗായ യുജ്യസ്വ ഘടസ്വ. അതുകൊണ്ടെന്താണ് അതുകൊണ്ട് തസ്മാത് യോഗായ യുജ്യസ്വ, യോഗത്തിനു വേണ്ടി യുജ്യസ്വ വരുമ്പോൾ തയ്യാറാകും എന്നാണ്. എന്താണ് ആ യോഗം എന്ന് പറയുന്നത്? സമത്വബുദ്ധി യോഗം. സമത്വബുദ്ധിയാകുന്ന ആ യോഗം, അതിനുവേണ്ടി യുജ്യസ്വ ഘടസ്വ എന്ന് വെച്ചാൽ തയ്യാറാകും എന്നാണ്. ഒരുമ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് യോഗായ യുജ്യസ്വ, യോഗത്തിനു വേണ്ടി തയ്യാറാകുന്നതാണ്. വേറെ പല ഭാഗങ്ങളിലും പറയും യുദ്ധത്തിന് വേണ്ടി തയ്യാറാകൂ എന്ന് പറയും. ഇവിടെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുമെന്ന് പറയുന്നതിന് വരെ യോഗത്തിന് വേണ്ടി തയ്യാറാകുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒന്ന് തന്നെ. അതായത് ഇവിടുത്തെ യുദ്ധമെന്ന് പറയുന്നത് യോഗമാണ്. നമ്മൾ സാധാരണ പറയുന്ന യുദ്ധമല്ല, നമ്മൾക്ക് പരിചയമുള്ള യുദ്ധമല്ല. ഇവിടെ യുദ്ധം സ്വധർമ്മമാണ്, അത് യോഗാനുഷ്ഠാനമാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ ശക്തമായി അർജുനനെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ യോഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം. സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് യുദ്ധം അർജുനന് കർത്തവ്യമായി വന്നെങ്കിലും ആ യുദ്ധത്തെ സാധാരണ യുദ്ധമായി അനുഷ്ഠിക്കാനല്ല പറയുന്നത്. കാരണം യുദ്ധവും മുമ്പും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സാധാരണ യുദ്ധവും ആ യുദ്ധത്തെ യോഗമായി അനുഷ്ഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ഇതിലൊരു വിവാദം വരുന്നത്. എന്താണ്
ഭഗവാൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു. യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് മനുഷ്യന്റെ അക്രമവാസനയെ വളർത്തുന്നതാണ്, അത് ഹിംസാത്മകമാണ്. ഈ രീതിയിൽ അതുകൊണ്ട് ചിലരെന്ത് ചെയ്യുന്നു, ഭഗവാനെയും ഗീതയും ന്യായീകരിക്കാൻ വേണ്ടി യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറയും. ചിലർക്ക് യുദ്ധം ആവശ്യമാണ്, ഗീത ഉപയോഗിച്ച് യുദ്ധം നടത്തിക്കണം. അതുകൊണ്ട് ചിലരെന്ത് ചെയ്യുന്നു, ശക്തമായി പറയുന്നു, യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു. പക്ഷെ രണ്ടു കൂട്ടരും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടുത്തെ യുദ്ധം എന്ന് പറയുന്നത് എന്താണോ, അത് യോഗമാണ്, സാധാരണ യുദ്ധമല്ല. ഈ പറയുന്ന യുദ്ധം നമ്മൾ വായിച്ചിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധമോ രണ്ടാം ലോക മഹായുദ്ധമോ ഒന്നുമല്ല. കാരണം എന്തുകൊണ്ട്, അവിടെയൊന്നും യോഗമില്ല. ഇവിടെ എന്തുവരുന്നു, യോഗമുണ്ട്. അപ്പൊ ശരിക്കും അർജുനനെ ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് ആ യോഗത്തിന് വേണ്ടിയിട്ടാണ്. യോഗമായി അനുഷ്ഠിക്കേണ്ട കർമ്മം അർജുനന് വന്നിരിക്കുന്നത് യുദ്ധമാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ യുദ്ധം യോഗമായി അനുഷ്ഠിക്കുമ്പോൾ അത് സാധാരണ യുദ്ധം അല്ലാതായി മാറും. നേരത്തെ പറഞ്ഞല്ലോ, അത് ഇത്തരം ഒരു സന്ദർഭത്തെ തിരഞ്ഞെടുത്തതിന് എന്തിനു വേണ്ടിയിട്ട്, ഒരുവന് ഏത് കർമ്മവും സ്വധർമ്മവുമായി വരുന്ന ഏത് കർമ്മവും, അത് എത്ര വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ, അതൊരുവൻ യോഗാത്മകമായി അനുഷ്ഠിക്കണം എന്ന് ലോകത്തിന് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം എന്ന് പറയുന്ന ഒന്നിനെ എടുത്തത്. യുദ്ധമാണെങ്കിലും അവിടെ ആകാം എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധത്തെക്കാൾ ശക്തമായ തീവ്രമായ വേറൊരു കർമ്മമില്ല. അപ്പം അങ്ങനെയുള്ളൊരു യുദ്ധത്തെപ്പോലും സമത്വബുദ്ധിയോടുകൂടി ഈ പറഞ്ഞ രീതി യോഗാത്മകമായി അനുഷ്ഠിക്കാം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിത സന്ദർഭങ്ങളിൽ സ്വധർമ്മങ്ങളായി വരുന്ന ഏത് പ്രവൃത്തികളെയും യോഗാത്മകമായി അനുഷ്ഠിക്കാം. അതും ഇവിടെ പറയുന്ന ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു വൈദിക ധർമ്മമല്ല, മറിച്ച് ഇതൊരു ലൗകികമായ കർമ്മമാണ്. അപ്പൊ ഏത് കർമ്മങ്ങളെയും, ലൗകികമായ ഏത് കർമ്മങ്ങളെയും ഇങ്ങനെ അനുഷ്ഠിക്കാം, യോഗാത്മകമായി അനുഷ്ഠിക്കാം എന്നുള്ളതിനാണ് ഇവിടെ യുദ്ധത്തെ ഒരു പ്രതീകമായി സ്വീകരിച്ചിരിക്കുന്നത്. അത് യുദ്ധമായാലും ആകാം. എന്തായിരിക്കണം, അത് ഒരു വ്യക്തിയുടെ സ്വധർമ്മമായിരിക്കണം. യുദ്ധം അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അതുമാകാം. പക്ഷേ അത് യോഗാത്മകമായി അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യമെന്തായി, ആ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് കൊടുക്കുന്ന ആത്യന്തികമായ ഉപദേശം. യുദ്ധത്തിന്റെ മറ്റു ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താണ്, ജിത്വാവ ഹതോവ പ്രാപ്സ്യസി സ്വർഗം, ജിത്വാവ മോക്ഷസി മഹി. ഇതൊക്കെ യുദ്ധത്തിന്റെ മറ്റു ഫലങ്ങളാണ്. അപ്പൊ ഏത് കർമ്മത്തിനും അനന്തഫലങ്ങളുണ്ട്. മുഖ്യമായ ചില ഫലങ്ങൾ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത്തരം ഫലങ്ങളെല്ലാം നിലനിൽക്കുക, ഇത്തരം ഫലങ്ങളെക്കുറിച്ചെല്ലാം ബോധിപ്പിച്ചിട്ട് പിന്നീട് ഭഗവാൻ എന്താണ് പറയുന്നത്, അതിനൊന്നും കാമന പാടില്ല. അത്തരം ഫലങ്ങളെ എല്ലാം ഇത് ഇന്നത് കർമ്മമാണ്, ഇന്നതാണ് കർമ്മത്തിന്റെ ഫലം എന്നുള്ളത് അറിയാതെ വിവേകമില്ലാതെയുള്ള കർമ്മയോഗി പ്രവർത്തിക്കുന്നത്. പക്ഷെ അത്തരം കർമ്മങ്ങളിലുള്ള കാമന കൂടാതെ താൻ ചെയ്യേണ്ട പ്രവൃത്തി, അത് യുദ്ധമായാലും ശരി, അത് യോഗാത്മകമായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുകൊണ്ട് തകരാറ്. എന്തുകൊണ്ട്? കാരണം യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന്റെ മനസ്സിലിരിക്കുന്നത് ഹിംസയാണ്. ആ ഹിംസ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു, അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറയും. പക്ഷെ അവിടെ പ്രധാനം യുദ്ധം എന്നുള്ളതിനല്ല, സ്വധർമ്മം എന്നുള്ളതിനാണ്. അതിനും ഉപരിയായി പ്രാധാന്യം വരുന്നത് യോഗത്തിനാണ്. അപ്പോൾ യോഗാത്മകമായ സ്വധർമ്മം അത് അനിവാര്യമായി തീരുമ്പോൾ ഏത് കർമ്മമാണെങ്കിലും ശരി
ഒരുവന് അതനുഷ്ഠിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടിവിടെ യോഗായ യുജ്യസ്വ എന്ന് പറഞ്ഞു, യോഗത്തിനു വേണ്ടി വരുമ്പോൾ. അതുകൊണ്ട് ഈ നിലനിൽക്കുന്ന തർക്കങ്ങൾ എന്ന് പറയുന്നവരും വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു തർക്കം മാത്രമാണത് എന്ന് മനസ്സിലാക്കാം. അടുത്തതിനെ വിശദീകരിക്കുന്നു. യോഗോ ഹി കർമ്മസു കൗശലം ഭാഷ്യം. സ്വധർമാഖ്യേഷു കർമ്മസു വർത്തമാനസ്യ യാ സിദ്ധ്യോ സമത്വബുദ്ധിർ ഈശ്വരാർപ്പിതചേതഃ തയാ തത് കൗശലം കുശലഭാവഃ. യോഗകർമ്മസു കൗശലം. ഇതും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒന്നാണ്. ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് യോഗോ ഹി കർമ്മസ് കൗശലം. യോഗം എന്ന് പറയുന്ന കർമ്മത്തിലുള്ള കൗശലമാണ്, പ്രവൃത്തിയിലുള്ള കൗശലം എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത സാമർഥ്യം എന്നാണ്. സ്വധർമാഖ്യേഷു കർമ്മസു. അത് കർമ്മം എന്ന് പറയുന്നിടത്തെല്ലാം ഭാഷ്യകാരൻ പ്രത്യേകം എടുത്ത് പറയും സ്വധർമ്മം. സ്വധർമ്മം എന്ന് പറയപ്പെടുന്നതായ കർമ്മങ്ങളിൽ വർത്തമാനസ്യ കർമ്മങ്ങളിലുള്ള യാ സിദ്ധ്യസിദ്ധ്യോ സമത്വബുദ്ധി, സിദ്ധ്യസിദ്ധികളിലുള്ള സമത്വബുദ്ധി, ഈശ്വരാർപ്പിത ചേതഃ. അതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഈശ്വരാർപ്പിത ചേതസ് എന്ന് പറയും. ഈശ്വരാർപ്പിതമായ ചേതസ് തയാ തത് കൗശലം കുശലഭാവം. അതുകൊണ്ടുള്ള ഈ സമത്വബുദ്ധിയിലൂടെയുള്ള സാമർഥ്യം, കർമ്മങ്ങളിലുള്ള സാമർഥ്യം. കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു സാമർഥ്യമാണത്. സാമർഥ്യം എന്ന് പറയുന്നത് കർമ്മത്തിലല്ല, അനുഷ്ഠിക്കുന്ന വ്യക്തിയിലാണ്. അനുഷ്ഠിക്കുന്ന വ്യക്തിയിലെന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യുന്നവന്റെ അന്ധകരണത്തിലുണ്ടാകുന്ന ഒരു സാമർഥ്യം. എന്താണ് ആ സാമർഥ്യം? ഈശ്വരാർപ്പിത ചെയ്ത, ഈശ്വരാർപ്പിതമായ മനസ്സ് എന്ന് പറയും. അതിനെ തന്നെ സമത്വബുദ്ധി എന്നും പറയും. ഞാൻ പറഞ്ഞല്ലോ, ഈ സമത്വബുദ്ധി പലതരത്തിലും വരാം. ഒന്ന്, നേരത്തെ പറഞ്ഞു, കർമ്മയോഗിയുടെ ആത്മഭാവന കൊണ്ട് സമത്വബുദ്ധി വരാം. മറ്റൊന്നും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ടും വരാം. ആ സമത്വബുദ്ധിയാണ് കൗശലം, കുശലഭാവം എന്നുവെച്ചാൽ സാമർഥ്യം. അതൊരു സാമർഥ്യം ആ കർമ്മയോഗിയുടെ അന്ധകരണത്തിൽ വന്നു ചേരുന്നു. ഇത് നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള സാമർഥ്യം, ആ പ്രവൃത്തിയെ കുറ്റമറ്റതാക്കി നല്ലവണ്ണം ചെയ്യുന്നതിനുള്ള ഒരു സാമർഥ്യം, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ചില യോഗ കർമ്മസുഖോശം. ഒരു പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് യോഗമായി തീരും, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അതുകൊണ്ട് കർമ്മയോഗം പൂർണ്ണമാകുന്നില്ലെന്നേ ഉള്ളൂ. ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ അത് നല്ല രീതി ചെയ്യുക, ചെയ്യേണ്ട രീതി ചെയ്യുക, അതിലെ ന്യൂനതകൾ പരിഹരിച്ച് ചെയ്യുക, ആ പ്രവൃത്തിയെ പൂർണ്ണമാക്കുക, ആ രീതിയിലും ഇതിനർത്ഥം പറയാം. പക്ഷെ അതിന് പ്രധാനമായിരിക്കുന്നത് എന്താണ്? ഇവിടെ പറയുന്ന ഈശ്വരാർപ്പിത ചെയ്ത, അതിനാണ് പ്രാധാന്യം വരേണ്ടത്. ആ ഈശ്വരാർപ്പിത ചെയ്ത് അല്ലാതെ ഒരുവൻ പ്രവൃത്തി നല്ലവണ്ണം ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും കർമ്മയോഗമാകത്തില്ല. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് ഈശ്വരാർപ്പിത ചെയ്ത. അതുകൊണ്ടാണ് ഈശ്വരബോധമില്ലാതെ ഒരു പ്രവൃത്തി എത്ര നല്ലവണ്ണം ചെയ്താലും, എത്ര നിസ്വാർത്ഥമാണെന്ന് കരുതി ചെയ്താലും അത് കർമ്മയോഗം ആകത്തില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അങ്ങനെ ഒരു പ്രവൃത്തി ഒരാളെ ചെയ്യുമ്പോൾ
ആ പ്രവൃത്തിക്ക് ഒരു പ്രേരണ ഉണ്ടായിരിക്കും. ആ പ്രവൃത്തിക്ക് എന്തെങ്കിലും, ആ പ്രവൃത്തിയുടെ പിന്നിൽ എന്തെങ്കിലും ഒരു കാമന ഉണ്ടായിരിക്കും. അല്ല പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ആ കാമന, സത്പ്രവൃത്തിയിലുള്ള ഒരു കാമന, അതെന്ത് ചെയ്യും? പുണ്യത്തെ വർദ്ധിപ്പിക്കും. അപ്പോൾ അതൊരു പുണ്യകർമ്മമായി മാറും, ശ്രേഷ്ഠകർമ്മമായി മാറും. അതുകൊണ്ടത് യോഗാത്മകമാകത്തില്ല. അവിടെ ഈശ്വരഭാവന ഇല്ല എന്നുണ്ടെങ്കിൽ. കാരണം കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ എന്താണ് കർമ്മയോഗിയുടെ ഉദ്ദേശിച്ചത്? ഒരൊറ്റ ലക്ഷ്യമില്ല. എന്താണ്? ചിത്തശുദ്ധി. കർമ്മയോഗിക്ക് മറ്റൊന്നുമില്ല, ചിത്തശുദ്ധിയാണ്. കർമ്മത്തിന്റെ ഫലം എന്തായാലും ഉണ്ടാകും, ബാഹ്യമായ ഫലങ്ങൾ. അതിനെ താൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അപ്പൊ കർമ്മയോഗിയുടെ ഉള്ളിലുള്ള താല്പര്യം, ആഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആ ആഗ്രഹം തടസ്സമല്ലെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഒരാഗ്രഹവും നിലനിൽക്കാതെ പ്രവൃത്തി നടക്കത്തില്ല. ആ ചിത്തശുദ്ധിയെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റ് ഫലങ്ങളൊന്നും കർമ്മയോഗി സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ആത്യന്തികമായി ചിത്തശുദ്ധിയോടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് സർവകാമനകളുടെയും ത്യാഗമാണത്. അതാണ് അതിന്റെ മറ്റൊരു സവിശേഷത. ഒരാൾ മോക്ഷത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കും, മോക്ഷത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരാഗ്രഹമല്ലേ? കുതർക്കമാണ്. അപ്പോൾ ആഗ്രഹം നിൽക്കില്ലേ? ആഗ്രഹം ബന്ധമല്ലേ എന്നെല്ലാം ചോദിക്കും. എന്തുകൊണ്ട്? മോക്ഷത്തിനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ അതെന്തിനുള്ള ആഗ്രഹമാണ്? സർവ ആഗ്രഹങ്ങളെയും ത്യജിക്കുന്നതിനുള്ള ആഗ്രഹമാണ്. സർവ ആഗ്രഹങ്ങളെയും ത്യജിക്കാൻ ആഗ്രഹിക്കുന്നതാണത്. അപ്പൊ അത്തരമൊരാഗ്രഹത്തെ അവലംബിച്ചുകൊണ്ട് മാത്രമേ മറ്റ് കാമനകളെ ത്യജിക്കാൻ പറ്റൂ. അതൊരു ഉപാധിയാണ്. അത്തരം ഒരു ഉപാധിയെ അവലംബിക്കാതെ മറ്റു കാമനകളെ ത്യജിക്കാൻ പറ്റത്തില്ല. ഈ ഉപാധി തടസ്സമായി നിൽക്കുമോ? ഇല്ല. കാരണം എന്തുകൊണ്ട്? എല്ലാ മോക്ഷത്തിനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ സർവ്വകാമനകളെയും ത്യജിക്കുന്നതിനുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ ഈ മോക്ഷകാമനയും പെടുന്നു, അതിലന്തർഗതമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? സർവകാമനാ ത്യാഗം വരുമ്പോൾ അതിനോടൊപ്പം ഇത് നശിച്ചോളും. പക്ഷെ അതിലേക്ക് കടക്കുന്നതിനെതിരെ ഉപായമായിട്ട് ഇതിനെ സ്വീകരിക്കുകയാണ്. നിരുപാധികമായ പ്രവൃത്തികളെല്ലാം സ്വാഭാവികമായിട്ടേ പറ്റും. മോക്ഷമാർഗത്തിലുള്ള പ്രവൃത്തിക്കും ചില ഉപാധികളെ സ്വീകരിക്കുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ. ആത്യന്തികമായി അതൊന്നും സത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില ഉപാധികളെ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന ഉപാധികൾ എന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തിയുടെ ഫലമായി അത് സ്വയം തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുന്നു, ഇല്ലാതായിത്തീരുന്നു. അതിനെ നശിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ കർമ്മയോഗിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇരുന്നു കഴിഞ്ഞാൽ അത് തടസ്സമായി തീരത്തില്ല. ഇതെല്ലാം ചോദിക്കുന്നത് കുതർക്കങ്ങളാണ്. അപ്പൊ അത്തരം ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ നിർത്തിക്കൊണ്ട്, ചിത്തശുദ്ധി മാത്രം നിർത്തിക്കൊണ്ടാണ് കർമ്മയോഗി കർമ്മം ചെയ്യുന്നത്. മറ്റ് ഫലങ്ങളെക്കുറിച്ച് ബോധമുണ്ട്, പക്ഷെ കാമനയില്ല. ഫലങ്ങൾ ബാക്കി സംഭവിച്ചോട്ടെ, അത് പരാർത്ഥമായി പരിണമിക്കുന്നു. അതിനെ കർമ്മയോഗി ആഗ്രഹിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ കർമ്മങ്ങളെല്ലാം പരാർത്ഥമായി തീരുന്നു. അവിടെ മാത്രമേ വാസ്തവത്തിൽ നിസ്വാർത്ഥത എന്ന് പറയുന്നത് വരുന്നുള്ളൂ. നിസ്വാർത്ഥ കർമ്മം എന്നതിന് മാത്രമേ പറയാൻ പറ്റൂ, നിസ്വാർത്ഥമായ പ്രവൃത്തി. ബാക്കിയുള്ള പ്രവൃത്തികളെല്ലാം സ്വാർത്ഥതയാണ്. എന്തുകൊണ്ട്? അവിടെ ഈശ്വരബോധം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? എത്ര സത്കർമ്മമാണെങ്കിലും അത് പുണ്യവൃത്തി ഉണ്ടാകും. അതുകൊണ്ട് ജീവന് ഊർധ്വഗതി ഉണ്ടാകുന്നു. അതെല്ലാം നല്ലതാണ്. മറ്റ് സ്വാർത്ഥപരമായ കർമ്മങ്ങളെ അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്.
പക്ഷെ അതുകൊണ്ട് അതിന് കർമ്മയോഗം എന്ന് പറയാൻ പറ്റത്തില്ല. ആ കർമ്മയോഗത്തിൽ എന്ത് വേണം? ഈ പറയുന്ന ഈശ്വരാർപ്പിത ചേതസ് വേണം. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അവിടെ സാധാരണമായി വരുന്ന സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ആ കർമ്മങ്ങൾ പൂർണ്ണമായിരിക്കുമോ അതോ ആ കർമ്മങ്ങളിൽ ന്യൂനതകൾ വരുമോ ചോദിക്കാറുണ്ട്. കാരണം ഇവിടെ പറയുന്നു കർമ്മയോഗി ആത്മാനുസന്ധാനം ചെയ്യണം. അപ്പൊ ആത്മാനുസന്ധാനം ചെയ്ത് കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് കർമ്മത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഒരേ സമയം മനസ്സ് കർമ്മത്തിലും അതേസമയം ആത്മാവിനും ഇരിക്കുക. അതങ്ങനെ സാധിക്കും? ഒരാൾ ആത്മാവിലേക്ക് മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സമയം മനസ്സ് ഒരിടത്തേ ഇരിക്കത്തുള്ളൂ. രണ്ട് സ്ഥലത്തേക്ക് മനസ്സിന് പോകാൻ പറ്റത്തില്ല സാധാരണഗതിയിൽ. ഒരിടത്ത് ഏകാഗ്രമായ മറ്റിടത്തു നിന്ന് മനസ്സ് വിട്ടുപോകും. അപ്പോൾ ഒരു കർമ്മയോഗി അങ്ങനെ ആത്മാവിനെ അനുസന്ധാനം ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാം സൂക്ഷ്മമായി ചിന്തിച്ചിട്ട് കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആ കർമ്മത്തിൽ അയാൾക്ക് ഏകാഗ്രത വരുമോ? കർമ്മത്തിൽ ഏകാഗ്രത വന്നില്ലെങ്കിൽ ആ കർമ്മം എങ്ങനെ പൂർണ്ണമാകും? ആ കർമ്മത്തെ എങ്ങനെ നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റും? ഇവിടെ പറയുന്ന യോഗ കർമ്മസ് കൗശലം എന്നാണ്. കർമ്മ സാമർഥ്യമാണ് യോഗം എന്ന് പറയുന്നത്. ബാഹ്യമായ തലത്തിൽ കർമ്മയോഗിക്ക് ആ കർമ്മ സാമർഥ്യം നഷ്ടപ്പെടാമല്ലോ. അപ്പോൾ അത് കർമ്മത്തിന്റെ ഒരു ന്യൂനത ആയി വരും. കാരണം ഇപ്പൊ ലൗകികമായ ദൃഷ്ടിയിൽ ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ പൂർണ്ണതയും അവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ലോക വ്യവഹാരത്തിൽ ന്യൂനതകൾ സംഭവിക്കും. നമ്മൾ സ്വധർമ്മമായി വരുന്ന പ്രവൃത്തികൾ അത് ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അത് ആധ്യാത്മിക ദൃഷ്ടിയിൽ ഒരുപക്ഷെ അതിന് ദോഷമൊന്നും വന്നില്ലെങ്കിലും ലൗകികമായ ദൃഷ്ടിയിൽ അതൊരു വലിയ ന്യൂനതയായിട്ട് വരും. അപ്പോൾ അതങ്ങനെയാണോ? കർമ്മത്തിൽ ഉദാസീനത സംഭവിക്കുമോ? കർമ്മത്തിൽ അലംഭാവം സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇതിനെക്കുറിച്ച് ഉന്നയിക്കാറുണ്ട്. അങ്ങനെ ചിലര് കർമ്മയോഗമാവുമ്പോൾ കർമ്മം എങ്ങനെയും ചെയ്യാം എന്ന് കരുതി മനഃപൂർവ്വം തന്നെ കർമ്മങ്ങൾ അശ്രദ്ധയോടെ ചെയ്യാറുണ്ട്. കാരണം അതിന് സമാധാനമായിട്ട് പറയാൻ എന്താണ്? കർമ്മയോഗിയാണ്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. കർമ്മയോഗി ഈ കർമ്മങ്ങളിൽ ഉദാസീനത വരുത്താൻ വേണ്ടി സ്വയം കർമ്മയോഗിയാകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാം. ഒരു ആശ്രമത്തിലൊരു ബ്രഹ്മചാരി, ഇവിടെയല്ല വേറെ ആശ്രമത്തിലാണ്, പാകം ചെയ്തുകൊണ്ടാണ്. പാചകമാണ് അയാളുടെ ജോലി. അപ്പോ ഈ കർമ്മയോഗത്തെക്കുറിച്ചൊക്കെ ഇതുപോലെ ക്ലാസ്സും നടന്നുകൊണ്ടിരുന്നു ആശ്രമത്തിൽ. പിറ്റേ ദിവസം അരി കൂടുതൽ വെന്തുപോയി. അപ്പോ ഉടനെ അവിടെ കംപ്ലൈന്റ് ചെയ്യുന്നത് അരി കൂടുതൽ വെന്തുപോയല്ലോ എന്ന് പറഞ്ഞു. അത് കർമ്മയോഗിയായതുകൊണ്ട്, കാരണം പ്രതികരിക്കരുതെന്നാണല്ലോ, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ബ്രഹ്മചാരി ഇത് കഥയല്ല, സമാധാനമൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്തു? അരി വെന്തില്ല. അതിനെക്കുറിച്ച് പിന്നെ പരാതി പറയാൻ ഒക്കത്തില്ലല്ലോ. അതിന്റെ അടുത്ത ദിവസം നോക്കിയപ്പോൾ കറികളിലെല്ലാം എരിവ് കൂടുതലായിരുന്നു. ഉടനെ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു. അടുത്ത ദിവസം എരിവില്ല. പിന്നെ അതിന്റെ അടുത്ത ദിവസമായപ്പോൾ ഒന്നിനും ഉപ്പില്ല. കംപ്ലൈന്റ് ചെയ്യുന്നു. അടുത്ത ദിവസം ഉപ്പ് കൂടിപ്പോയി. പിന്നീട് ഈ കർമ്മയോഗിയെ തന്നെ വിളിച്ച് ചോദ്യം ചെയ്തു, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മുമ്പ് ഗീത പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പാചകം നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗീത പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയതെന്തുകൊണ്ട്? പറഞ്ഞു, ഗീത പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പാചകക്കാരനായിരുന്നു. ഇപ്പൊ പാചകം ഞാൻ നല്ല രീതിയിൽ ചെയ്തു. ഇപ്പൊ കർമ്മയോഗിയാണ്.
സൗകര്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്നൊരാൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർമ്മയോഗിയായി കഴിഞ്ഞപ്പോൾ അതിന് കൊടുക്കുന്ന വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആത്മാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പം അതൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പഴയതുപോലെ എനിക്ക് ഇതൊന്നും കൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കിനി കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ തനിയെ വെച്ച് കഴിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ പറ്റുമെന്നാണ് ചില പറയുന്നത്. അത് കർമ്മയോഗം ചെയ്യുമ്പോൾ കർമ്മത്തിൽ പ്രവൃത്തി കുറയും, ശ്രദ്ധ കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആകാമോ? അങ്ങനെ ആകാൻ പാടില്ല. അതായത് കർമ്മത്തിൽ ഉദാസീനത വരിക, കർമ്മത്തിൽ അലംഭാവം വരിക, കർമ്മത്തിൽ ശ്രദ്ധ കുറയുക, ഇത്തരം കാര്യങ്ങളൊന്നും കർമ്മയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ശ്രദ്ധ ആവശ്യമുള്ള സ്ഥലത്താണെങ്കിൽ കർമ്മത്തിൽ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എന്തുകൊണ്ട്? കാരണം ഒരാൾ ഈ കർമ്മയോഗിയോട് എന്താണ് ആവശ്യപ്പെടുന്നത്? അയാളോട് ഈശ്വരഭാവനയും മറ്റും ത്യജിക്കാൻ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു? അതാവശ്യപ്പെടുന്ന അയാളുടെ അഹന്തയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അഹം എന്നുള്ള ഭാവം ഈശ്വരബോധത്തിന് തടസ്സമായി നിൽക്കുന്നു. ഈശ്വരബോധം കൊണ്ട് അഹംഭാവത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കർമ്മത്തെ യോഗാത്മകമായി ചെയ്യാൻ പറയുന്നത്. ഈശ്വരഭാവന കൊണ്ട് വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണോ? അഹംഭാവത്തിന്റെ ത്യാഗമാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? മനസ്സ് അവിടെ ഏകാഗ്രമാകുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ് വേണ്ടിവരുന്നത്? എപ്പോഴാണോ അയാളുടെ ഉള്ളിൽ സ്ഥൂലമായ അഹംഭാവം വരുന്നത്. സ്ഥൂലമായ അഹംഭാവം, കർമാഭിമാനം മനസ്സിൽ തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ തിരുത്തുകയാണ്. അങ്ങനെ താൻ ഇതിൽ അഭിമാനിക്കാൻ പാടില്ല, ഇത് തന്റെ സാമർഥ്യമല്ല, അല്ലെങ്കിൽ താൻ ഈ അഭിമാനിച്ചിരിക്കുന്നത് വൃഥാ ഈ ശരീരത്തിലാണ് അഭിമാനിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് അയാൾ അഭിമാനത്തെ ത്യജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വര ബോധത്തെ അവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ ഏത് സന്ദർഭത്തിലാണോ അത്തരം അഭിമാനങ്ങൾ, വ്യർത്ഥമായ അഭിമാനങ്ങൾ വരുന്നത്, അവിടെയാണ് അതിനെ ഒഴിവാക്കുന്നതിനുള്ള സാധനങ്ങൾ ബോധപൂർവ്വം ഒരാൾ ശീലിക്കുന്നത്. നമ്മളെ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞു, നമ്മളുടെ ഈ അഹന്ത സദാസമയവും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് സൂക്ഷ്മരൂപത്തിലും സ്ഥൂല രൂപത്തിലുമായി രണ്ടു തരത്തിലാണ് അന്ധകരണം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മരൂപത്തിൽ അവിടെ അഹന്ത ഉണ്ടെങ്കിലും അഹന്തയെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളോട് ബന്ധപ്പെടുത്തി അഭിമാന രൂപത്തിൽ അഹന്തയെ നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ട്? മനസ്സ് അഹന്തയിലേക്ക് കേന്ദ്രീകരിക്കാത്തതുകൊണ്ട്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ അയാളുടെ മനസ്സ് ഏകാഗ്രമായി മുഴുകുകയാണെങ്കിൽ അവിടെ അഹന്ത നിലനിൽക്കുന്നില്ല. എന്നുവെച്ചാൽ അഹന്ത അതിന്റെ സ്ഥൂലഭാവത്തെ കൈക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അഹന്തയെ ത്യജിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥൂലമായ അഭ്യാസങ്ങളുടെ ആവശ്യമില്ല. കാരണം മനസ്സ് ഏകാഗ്രമാകുക എന്നുള്ളതാണ് മുഖ്യം. ആ മനസ്സ് ഏകാഗ്രമാകുന്നത് ധർമ്മത്തിലായിരിക്കണം, അധർമ്മത്തിലാകരുത്. കർമ്മയോഗി കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഏകാഗ്രമായി നിയന്ത്രിതമായി അയാളുടെ മനസ്സ് കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു. അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം അഹന്ത പ്രകടമാകുന്നില്ല. പ്രകടമാകാത്ത അഹന്തയെ നശിപ്പിക്കേണ്ട ആവശ്യവും വരുന്നില്ല. എപ്പോഴും പ്രകടമായി വരുന്ന അഹന്തയാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ
എത്രമാത്രം ശ്രദ്ധിച്ച് അയാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം അയാൾക്ക് അഹന്തയെ വിസ്മരിക്കാൻ കഴിയും. എത്രമാത്രം ശ്രദ്ധിച്ച് അയാൾ ആ പ്രവൃത്തി ചെയ്യുന്നു അത്രമാത്രം ആ പ്രവൃത്തി നന്നായി. അപ്പോൾ ചോദിക്കും, അങ്ങനെ കർമ്മത്തിൽ മനസ്സ് മുഴുകിക്കഴിഞ്ഞാൽ അവന് ഈശ്വരബോധം നഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെ ചോദിക്കും. അപ്പോൾ പിന്നെ കർമ്മത്തെക്കുറിച്ചുള്ള ബോധമല്ലേ ആ കർമ്മയോഗിയിൽ കാണത്തുള്ളൂ. ഈശ്വരബോധം അയാളിൽ നിന്നും നഷ്ടപ്പെടത്തില്ലേ എന്ന് ചോദിക്കും. കർമ്മയോഗി എന്ന് പറയുന്നത് കർമ്മം പരിശീലിച്ച് തുടങ്ങുന്ന ഒരാളാണ്. അല്ല കർമ്മയോഗി ഇനി കർമ്മയോഗത്തിൽ സിദ്ധനാണ്. ആരുരുക്ഷവും ആരൂഢൻ. ഏത് സാധനയിലും ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരാൾ ആരുരുക്ഷമായിരിക്കുന്നു, അതായത് അതിലേക്ക് അയാൾ കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ അതിൽ ആരൂഢനായിരിക്കുന്നു. അപ്പൊ സാധാരണ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ നമ്മുടെ ശ്രദ്ധ ഇരിക്കുക തന്നെ, കർമ്മത്തിൽ ഏകാഗ്രത ഇരിക്കുക തന്നെ നമുക്ക് നഷ്ടപ്പെടാത്ത പല ശ്രദ്ധകളുമുണ്ട്. ഒന്ന് ദേഹബോധം പ്രധാനമായിട്ട്. കർമ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെ ഇതുണ്ട്. സ്ത്രീ പുരുഷ ഭേദചിന്ത, അല്ലെങ്കിൽ പൊതുവെ തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചിന്ത, ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ രൂഢമായിരിക്കുന്നു. നമ്മളതിനെ ബോധപൂർവം ചിന്തിക്കേണ്ട ആവശ്യമില്ലെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. ഒരു പുരുഷൻ കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ താൻ പുരുഷനാണെന്നുള്ള ഒരു ബോധം രൂഢമായിരിക്കും. സ്ത്രീ കർമ്മം ചെയ്യുമ്പോൾ താൻ സ്ത്രീയാണെന്നുള്ള ബോധം രൂഢമായിരിക്കും. അത് മാറിയും തിരിഞ്ഞും പോകുന്നില്ല. പുരുഷന് സ്ത്രീയാണെന്ന ഭ്രമമോ സ്ത്രീക്ക് പുരുഷനാണെന്ന ഭ്രമമോ ഉണ്ടാകുന്നു. ഇതൊക്കെ എന്താണ്? ജീവസഹജമായിരിക്കുന്ന ധാരണകളാണ്. അപ്പോൾ ഒരു കർമ്മം ഒരാൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ അയാൾ ശ്രദ്ധിച്ച് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അയാളിൽ ജീവസഹജമായിരിക്കുന്ന ധാരണകൾക്ക് മാറ്റം വരുന്നില്ല. തന്റെ അവസ്ഥ, താൻ ആരാണ്, തന്റെ സ്ഥാനം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ അയാൾക്ക് മാറ്റം അയാൾ വിസ്മരിക്കാതെ തന്നെ, അല്ലെങ്കിൽ അത് അന്തർലീനമായിരുന്നുകൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു? അയാൾ ബാഹ്യമായ കർമ്മത്തിൽ ഏകാഗ്രതപ്പെടുന്നു, ഏകാഗ്രതയോടുകൂടി കർമ്മം ചെയ്യുന്നു. കർമ്മയോഗി എന്താണ് ചെയ്യുന്നത്? കർമ്മയോഗി പറഞ്ഞല്ലോ, ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യുമ്പോൾ അയാൾ ഈ കർമ്മതത്വത്തെക്കുറിച്ച്, ആത്മതത്വത്തെക്കുറിച്ച് ഉള്ള ബോധത്തെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് കർമ്മത്തിലുള്ള ശ്രദ്ധ കളഞ്ഞിട്ടല്ല. എപ്പോഴാണോ ആ ബോധത്തെ അയാൾ ഗ്രഹിക്കുന്നത്, ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഗ്രഹിക്കുന്നു. എങ്ങനെ? കർമ്മയോഗി സാധാരണ വ്യക്തിയല്ല. അയാൾ കർമ്മയോഗത്തെക്കുറിച്ച് അയാൾ ധരിക്കുന്നു. അതെങ്ങനെ ധരിക്കുന്നു? ഗുരു ഉപദേശത്തിൽ നിന്നും സത്സംഗങ്ങളിൽ നിന്നും എല്ലാം ധരിക്കുന്നു. അപ്പോൾ ഈ ധാരണ അയാൾ നശിപ്പിക്കാതെ ഇയാൾ നിരന്തരം ഇതിനെ നിലനിർത്തുന്നു. ബോധതലത്തിൽ കർമ്മ തലത്തിലേക്ക് പോകുമ്പോൾ ഈ സംസ്കാരം അയാളോട് ഒപ്പം ഉണ്ടായിരിക്കും. എങ്ങനെയാണോ തന്റെ ശരീരബോധം ഒരു കർമ്മിക്ക് നിലനിൽക്കുന്നത്, അതേ രീതിയിൽ ഈ സംസ്കാരം കൊണ്ട് ആ കർമ്മയോഗിയിലും ആ യോഗ സംസ്കാരം നിലനിൽക്കുന്നു. അപ്പോൾ കർമ്മയോഗിക്ക് അവിടെ സ്പഷ്ടമായ സ്മരണയോ പൂർണ്ണമായ വിസ്മരണമോ ഇത് രണ്ടുമല്ല സംഭവിക്കുന്നു. സാധാരണ പ്രവൃത്തിയിൽ ഒരാൾ മുഴുകുമ്പോൾ അയാൾ തന്നെ സ്പഷ്ടമായി സ്മരിക്കുന്നില്ല, പക്ഷെ പൂർണ്ണമായും വിസ്മരിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് വരുന്ന ബോധതലം എന്ന് പറയുന്നത് സാധാരണ കർമ്മിയിൽ ശരീരത്തെ സംബന്ധിച്ചാണെങ്കിൽ കർമ്മയോഗിയിൽ അത്
തന്റെ നിജസ്വരൂപത്തെക്കുറിച്ചായിരിക്കും. അതുകൊണ്ട് കർമ്മയോഗ അഭ്യാസം പുരോഗമിക്കുന്നതനുസരിച്ച് ആ കർമ്മയോഗിയിൽ സഹജമായി തന്നെ ശരീരബോധത്തിന്റെ സ്ഥാനത്ത് ആത്മബോധം ദൃഢപ്പെട്ടു വരുന്നു. ആ ദൃഢപ്പെട്ടു വരുന്ന പ്രക്രിയ അതിനെ ആണ് ആരുരുക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ദൃഢമായി കഴിഞ്ഞവനെ ആരൂഢനെന്നും പറയും. അപ്പൊ ശരീരബോധം നിലനിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അതിനെ സ്മരിക്കാതെ നമ്മൾക്ക് കർമ്മം ഏകാഗ്രമായി ചെയ്യാൻ കഴിയുമെങ്കിൽ അതുപോലെ ആത്മബോധം നിലനിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അതിനെ സ്മരിക്കാതെ കർമ്മത്തെ ഏകാഗ്രമാക്കാം. അത് സംഭവ്യമാണ്. അതിൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് പൂർണ്ണമായ മനസ്സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ പൂർണ്ണമായ മനസ്സാന്നിധ്യം അല്ലാതെയും ചിലർക്ക് ചില പ്രവൃത്തികൾ ചെയ്യും. അതാ പ്രവൃത്തികളുടെ വ്യത്യാസം, പ്രവൃത്തിയുടെ അവസ്ഥയിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരാൾ നീന്താൻ പഠിക്കുന്നു, വെള്ളത്തിലിറങ്ങി. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അയാൾ എത്ര ശ്രദ്ധയോടുകൂടി എത്ര മുൻകരുതലോടുകൂടി അത് അഭ്യാസം തുടങ്ങിയാലും ശരി വെള്ളം കുടിക്കേണ്ടി വരും. അപ്പം മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മാത്രം ഒരു പ്രവൃത്തി പൂർണ്ണമാവണമെന്നില്ല. വെള്ളത്തിൽ ഇറങ്ങുന്നയാളിന് ആ സമയത്ത് തന്റെ പ്രവൃത്തിയെക്കുറിച്ചല്ല മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കും. അയാൾ ശരീരത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. പക്ഷെ എത്ര ശ്രദ്ധിച്ചാലും ശരി അയാൾ വെള്ളത്തിലിറങ്ങി അത് അഭ്യസിക്കുമ്പോൾ വെള്ളം കുടിക്കേണ്ടി വരും. അത് കഴിഞ്ഞാലോ തന്റെ പ്രവൃത്തിയിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ അയാൾ ആ പ്രവൃത്തി നീന്തുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്താലും അയാൾ വെള്ളം കുടിക്കത്തില്ല. നമ്മുടെ കർമ്മത്തിൽ ഏകാഗ്രതയുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു കർമ്മം പൂർണ്ണമായി ചെയ്യുന്നതിന് ആ കർമ്മത്തിൽ ഏകാഗ്രത വേണം എന്നുള്ളതൊരു കുറ്റമറ്റ നിയമമല്ല. ഏകാഗ്രത ഇല്ല എങ്കിലും ഒരു കർമ്മം കുറ്റമറ്റതായി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? അഭ്യാസമുണ്ട്. അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത്. അഭ്യാസം കൊണ്ട് ആ കർമ്മം തനിക്ക് പരിചിതമായി കഴിഞ്ഞാൽ മനസ്സ് ഏകാഗ്രമായി അവിടെ നിന്നില്ലെങ്കിൽ ആ കർമ്മം നമുക്ക് ചെയ്യാം. നല്ല നീന്തൽ അഭ്യസിച്ച ഒരാളിന് അയാൾ തന്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാതെ, എന്ന് വെച്ചാൽ അയാൾ തന്റെ മനസ്സ് മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് നീന്തിയാൽ അതിന് വെള്ളത്തിൽ താന്നു പോകത്തില്ല. അതേസമയം അത് അഭ്യാസമില്ലാത്ത ഒരാള് തന്റെ മനസ്സിൽ പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ശരി, അവിടെ ആ പ്രവൃത്തി സിദ്ധമല്ലാത്തതുകൊണ്ട് അതിന് കർമ്മസിദ്ധി എന്ന് പറയും, ലൗകികമായ അർത്ഥത്തിൽ. കർമ്മസിദ്ധി അയാൾക്ക് വരാത്തതുകൊണ്ട് എന്തുവരുന്നു? അയാളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ കർമ്മസിദ്ധി വന്നിട്ടില്ലെങ്കിൽ മനസ്സിൽ പൂർണ്ണമായും ആ വിഷയം തന്നെയാണെങ്കിലും ആ കർമ്മം പൂർണ്ണമാകത്തില്ല. അതൊരു ലൗകിക നിയമമാണ്. അസ്മാ കർമ്മസിദ്ധി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ മറ്റെന്തെങ്കിലും വിഷയം ഇരുന്നാലും ശരി, അയാൾക്ക് ആ കർമ്മം പൂർണ്ണമായി ചെയ്യാൻ കഴിയും. അതുകൊണ്ടിനി ആ കർമ്മത്തിൽ ഒരാൾക്ക് പൂർണ്ണമായ ഏകാഗ്രത വന്നില്ല, കർമ്മത്തിൽ അയാൾക്ക് ഈശ്വര സ്മരണയാണ് എന്നതുകൊണ്ടൊരിക്കലും ആ കർമ്മം അപൂർണമാകത്തില്ല. അത് ആ വ്യക്തിയുടെ അഭ്യാസത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. വ്യക്തിയുടെ കർമ്മത്തിലുള്ള ഏകാഗ്രതയല്ല അതിന് മുഖ്യം. പിന്നെ ചില പ്രവൃത്തികളുണ്ട് എപ്പോഴും വളരെ ഏകാഗ്രമായി തന്നെ ചെയ്യേണ്ട പ്രവൃത്തികൾ കാണും. അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏകാഗ്രമായി ഒരു പ്രവൃത്തി അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തി അതാവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ നടക്കുന്നു, വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ ഒരു ഏകാഗ്രത
പൂർണ്ണമായും ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് ആ പ്രവൃത്തി ഏകാഗ്രമായിട്ട് തന്നെ ചെയ്യാം. അതൊന്നും കർമ്മയോഗത്തിന് തടസ്സമല്ല. അങ്ങനെ ഏകാഗ്രമായി വരുന്ന സന്ദർഭത്തിൽ അയാൾക്കൊരിക്കലും അഹന്ത സ്മരണം ഉണ്ടാകുന്നില്ല. അഹന്തയെക്കുറിച്ച് അയാൾ അറിയുന്നില്ല, സ്മരിക്കുന്നില്ല. അവിടെ അയാൾക്ക് അഹന്തയെ ഈശ്വര സ്മരണം കൊണ്ട് ത്യജിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു കർമ്മയോഗത്തിൽ നിഷ്ഠയുള്ള ഒരാളാണെങ്കിൽ അത്തരം ഏകാഗ്രമായ പ്രവൃത്തികൾ ചെയ്യുന്ന അവസരങ്ങളിലും അയാളിൽ അന്തർലീനമായിരിക്കുന്ന ഭാവം ഈശ്വരീയമായ ഭാവം തന്നെയായിരിക്കും. എന്തുകൊണ്ട്? ആ പ്രവൃത്തി പൂർണ്ണമായി പിന്നീട് അയാൾ ആ പ്രവൃത്തിയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്തിരുന്ന വേളയിലും ആ വ്യക്തിയുടെ ഉള്ളിൽ ഈശ്വരീയമായ ഭാവം നിലനിന്നതുകൊണ്ട് അയാൾ അതിനെ പിന്നീട് അഭിമാനത്തോടുകൂടി, ശരീര അഭിമാനത്തോടുകൂടി അയാൾ സ്മരിക്കത്തില്ല. മറിച്ച് ആ കർമ്മത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ പ്രകടമായി വരുന്നത് ഈശ്വരീയ ഭാവം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് എന്താണ്? ആ വ്യക്തിയുടെ മനസ്സ് കർമ്മത്തിൽ ഏകാഗ്രമായിരുന്ന സന്ദർഭത്തിലും അയാളിൽ ബോധതലത്തിലല്ലാതെ ആന്തരികമായി ഈശ്വരീയ ഭാവം തന്നെയാണ് നിലനിന്നത്. ഒരു കർമ്മി അത്തരം ഒരു ബോധമില്ലാത്ത ഒരാള് അതേപോലെ ഏകാഗ്രത ആവശ്യമുള്ള ഒരു പ്രവൃത്തി ചെയ്തെന്നിരിക്കട്ടെ, അതിസൂക്ഷ്മമായ ഏകാഗ്രതയുള്ള ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്തതിനു ശേഷം അയാൾ ആ കർമ്മത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അയാൾക്ക് അഹന്തയോടുകൂടിയേ സ്മരിക്കാൻ പറ്റും. തന്റെ സാമർഥ്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് തന്റെ ശരീരബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാൾക്ക് ആ കർമ്മത്തെക്കുറിച്ച് എന്തെങ്കിലും സ്മരിക്കാൻ പറ്റും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഈശ്വരീയമായ ബോധം എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? ആ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലും ബോധപൂർവമായിട്ടല്ലെങ്കിലും അയാളിൽ ആന്തരികമായി നിലനിന്നിരുന്ന ആ ധാരണ ഈ സ്ഥൂലമായ ശരീരത്തെ സംബന്ധിച്ചും കേവലമായ അഹന്തയെ ആശ്രയിച്ചുമാരും. പക്ഷെ ഈശ്വരീയ ബോധം വളർത്തുന്ന ഒരാള്, കർമ്മയോഗ അഭ്യാസത്തിലൂടെ വളർത്തുന്ന ഒരാളിൽ അങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ്, മറിച്ച് ഒരു സംസ്കാരം അയാളിൽ അന്തർലീനമായിരിക്കുന്നതുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ആ പ്രവൃത്തിയെ താനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുക, പ്രവൃത്തി ചെയ്യുന്നവനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ പ്രവൃത്തി പൂർത്തിയായതിനു ശേഷം എപ്പോഴെങ്കിലും ആ പ്രവൃത്തിയെക്കുറിച്ച് സ്മരിക്കുകയോ ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിലെല്ലാം അയാൾ ഈശ്വരീയ ഭാവം തന്നെ അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് യോഗ കർമ്മസ കൗശലം എന്ന് പറയുന്നിടത്ത് ഒരു കർമ്മയോഗിയുടെ കർമ്മം അത് പൂർണ്ണം തന്നെ ആയിരിക്കണം എന്നുള്ള അർത്ഥം എടുക്കുന്നതും അത് കർമ്മയോഗത്തിനോട് ചേർന്ന് തന്നെയാണ്. പക്ഷെ കർമ്മം പൂർത്തിയാകുന്നതുകൊണ്ട് കർമ്മയോഗം പൂർത്തിയാകുന്നു. കർമ്മം പൂർണ്ണമായിരിക്കുന്നത് കൊണ്ട് മാത്രം കർമ്മയോഗം പൂർത്തിയാകത്തില്ല. അവിടെ ഈ പറയുന്ന ഈശ്വര അർപ്പിത ചേതസ് അതുകൂടി വന്നു കഴിഞ്ഞാലേ അത് കർമ്മയോഗമാകത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇനി മറ്റൊന്നുണ്ട്. ഇത് കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു. മറ്റു ചില ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കർമ്മയോഗമല്ല, അതും പറയുന്നുണ്ട്. അഹംഗ്രഹ ഉപാസന തുടങ്ങിയ കാര്യം. ഉപാസന, അത്തരം ഉപാസനകൾ ശീലിക്കുന്ന അവസരത്തിൽ ഒരാൾ പ്രബലമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ആ കർമ്മത്തെ ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയാതെ വരും. അത് പറയുന്നുണ്ട്. അത് ചില പ്രത്യേക ഉപാസനകളിലാണ്. അതായത് പൂർണ്ണമായും മറ്റ് പ്രവൃത്തികളൊക്കെ ഒഴിവാക്കി ഈ ജ്ഞാനനിഷ്ഠന്റെ കാര്യം പറയുന്നു. ജ്ഞാനനിഷ്ഠൻ കർമ്മതലങ്ങളെല്ലാം വിട്ട് ജ്ഞാനത്തിൽ തന്നെ ഇരിക്കുന്നു. അതുപോലെ ചില അഭ്യാസങ്ങൾ മറ്റും പറയുന്നുണ്ട്.
അല്ലെങ്കിൽ യോഗ പരിശീലനങ്ങൾ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾ കൂടുതൽ സമയം മറ്റ് കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്ന് ചില പ്രത്യേക അനുഷ്ഠാനങ്ങളിൽ അയാൾ മുഴുകിയിരിക്കുന്നു. അങ്ങനെ മുഴുകിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശക്തമായ കർമ്മരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ കഴിയാതെ വരും. കാരണം അത്ര ഉപാസനകൾ ചെയ്യുന്നതിന് അയാൾക്ക് കൂടുതൽ സമയം ആവശ്യമാണ്, ഒരു അഭ്യാസം. അപ്പൊ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, അത്ര അഭ്യാസങ്ങളെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശേഷിച്ചുള്ള ഉപാസനയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, കർമ്മയോഗത്തെക്കുറിച്ചാണ്. അപ്പൊ കർമ്മയോഗത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. കർമ്മയോഗം എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായിട്ട് കർമ്മം തന്നെ വേണം അയാൾക്ക് ചെയ്യാൻ. അയാൾ കർമ്മ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്, കർമ്മരംഗത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ടുള്ള ഒരഭ്യാസമല്ല. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളിൽ ഒരാൾ മുഴുകുമ്പോൾ അത് കർമ്മയോഗി ആയതുകൊണ്ട് അയാളുടെ കർമ്മത്തിൽ യാതൊരു ന്യൂനതയും വരുന്നതിനുള്ള സാധ്യതകളുണ്ട്. അത് വരുന്നില്ല. അതാണ് നമ്മൾ കാണുന്നത്. കർമ്മയോഗികളുടെ കർമാനുഷ്ഠാനത്തിൽ നമ്മൾ കാണുന്നതും അതാണ്. അല്ലെങ്കിൽ മഹാത്മാക്കൾ ഇനി അടുത്ത് പറയും, ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്ത സമാചര. ഒരുവൻ ശക്തമായി കർമ്മരംഗത്ത് നിന്ന് കർമ്മം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയും കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കണം. കർമ്മയോഗം അല്ലെങ്കിൽ കർമ്മമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരിക്കലും മനുഷ്യനെ അകർമ്മണ്യതയിലേക്ക് നയിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ തന്നെ ഇനി വരുന്ന സന്ദർഭങ്ങളിൽ പറയുന്നത്. അപ്പോൾ അത് ഒരു മാതൃകയായിട്ട് എടുക്കാൻ വേണ്ടി പറയുകയാണ്. അത് നമ്മളിനി വരുന്ന സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഈശ്വരാർപ്പിത ചേതസ്. ഈ ആത്മഭാവനയും ഈശ്വരാർപ്പിത ചേതസ് എന്ന് പറയുന്നിടത്തും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് അഹന്തയെ ത്യജിക്കുന്നതിന് വേണ്ടി ഒരു കർമ്മയോഗി അസംഗഭാവന പുലർത്തുന്നു. ഈ അസംഗഭാവന എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള ഉപാസനയാണ്. അതുകൊണ്ടാണ് അത് കർമ്മവുമായിട്ട് ചേർന്ന് വയ്ക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ചർച്ച ചെയ്തു, ജ്ഞാനകർമ്മ സമുച്ചയം ഒരിക്കലും പാടില്ല. ഇവിടെ ഈ ആത്മാവിനെ സ്മരിക്കണമെന്നും എല്ലാം പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം, അവിടെ വീണ്ടും അത് ജ്ഞാനകർമ്മ സമുച്ചയം ആകത്തല്ലേ? കാരണം ഇവിടെ പറയുമ്പോൾ ഒരു ജ്ഞാനിയുടെ അവസ്ഥ പറയാം ഇതിനെക്കുറിച്ച് പറയുന്നത് അല്ല. ഇവിടെ വാസ്തവത്തിൽ ഈ കർമ്മയോഗിയുടെ ആത്മബോധം എന്ന് പറയുന്നത് ഒരുതരം ഉപാസനയാണ്. അജയസ്വാമിയുടെ നിഷേധിക്കുന്നത് ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള സമുച്ചയത്തെയാണ് നിഷേധിക്കുന്നത്. ഉപാസനയും കർമ്മവും തമ്മിലുള്ള സമുച്ചയത്തെ നിഷേധിക്കുന്നില്ല. കാര്യം എടുത്ത് പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈശാവാസ്യോപനിഷത്തിൽ ഭാഷ്യം ചർച്ച ചെയ്തപ്പോൾ അക്കാര്യം അവിടെ വന്നിട്ടുണ്ട്. അദ്വൈതത്തിൽ ഉപാസനയും കർമ്മവും തമ്മിൽ സമുച്ചയത്തെ നിഷേധിക്കുന്നില്ല. പക്ഷെ ജ്ഞാനവും കർമ്മവും ഒരേ സമയം സാധ്യമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സാധ്യമാകാത്തതുകൊണ്ട് തന്നെ കർമ്മിക്ക് കർത്തൃത്വബോധമുണ്ട്, ജ്ഞാനിക്ക് അതില്ല. രണ്ടും ഒരിടത്ത് വരത്തില്ല. പക്ഷേ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളിൽ കർത്തൃത്വബോധമുണ്ട്. അയാളിൽ ആത്മബോധം ഇല്ല. പിന്നെ അയാൾ ആത്മഭാവന എന്ന് പറയുന്നത് എന്താണ്? അയാൾ കൃത്രിമമായി ചെയ്യുന്നതാണ്. സഹജമായി അയാൾ പ്രകാശിക്കുന്നില്ല. ജ്ഞാനിയിലത് സഹജമായി പ്രകാശിക്കുന്നു.
നമ്മൾ കൃത്രിമമായി എന്ത് ചെയ്യുന്നോ അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. സഹജമായി വരുന്ന അതെല്ലാം ജ്ഞാനവും കൃത്രിമമായി ചെയ്യുന്നതെല്ലാം ഉപാസന. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്രിമമായി ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള യാതൊരു ബോധവുമില്ലാതെ ശാസ്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ഗുരുവിൽ നിന്നും കേട്ട് അനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? ഈ ആത്മാവിന്റെ അസംഗതയും മറ്റും ഭാവന ചെയ്യുന്നു. അകർത്തൃത്വം അഭോക്തൃത്വം ഇതെല്ലാം ഭാവന ചെയ്യുന്നു. അപ്പം അത് കർത്തൃതന്ത്രമാണ്, വസ്തുതന്ത്രമല്ല. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ബ്രഹ്മസൂത്രത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. അതെല്ലാം വീണ്ടും വീണ്ടും കേട്ടു നോക്കണം, അപ്പോഴേ അത് സ്പഷ്ടമാവും. അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു? കർത്തൃത്വ ബുദ്ധിയുള്ള ഒരുവൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് അങ്ങനെ ഒരു ബോധത്തെ കൃത്രിമമായി സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ഉപാസന എന്ന് പറയുന്നത്. ആ ബോധത്തെ നിലനിർത്താൻ പരിശ്രമിക്കുകയാണ്. അപ്പം അത് ഇതും കർത്തൃത്വ ബോധത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ കർത്തൃത്വ ബോധത്തെ ആശ്രയിച്ച് തന്നെ അയാളിൽ കർമ്മം നടക്കുന്നു. കർത്തൃത്വ ബോധത്തെ ആശ്രയിച്ച് തന്നെ എന്ത് ചെയ്യുന്നു? അയാൾ ആത്മഭാവനയെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുന്നതുകൊണ്ട് ഇത് രണ്ടും ഒരേ സ്വഭാവത്തിൽപ്പെട്ടതാണ്, ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് രണ്ടും തമ്മിൽ വിരോധമില്ല. അതുകൊണ്ട് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന ഒരു ദോഷം വരുന്നില്ല. ഉപാസനകൾ പലതരത്തിലുണ്ട്. ഛാന്തോക്യം, വേദാരണ്യം തുടങ്ങിയ പല ഉപനിഷത്തുകളിലും പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അഹംഗ്രഹ ഉപാസനയെ കുറിച്ച് പറയുന്നു. താൻ ആത്മാവാണെന്ന് ഉപാസിക്കുക. കർമ്മയോഗിയിലും വാസ്തവത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. കർമ്മയോഗി താൻ ആത്മാവാണെന്ന്, അല്ലെങ്കിൽ കർമ്മയോഗി തന്റെ അന്ധകരണത്തിൽ ആത്മവൃത്തി താൻ ആത്മാവാണെന്നുള്ള ബോധത്തെ ഉണ്ടാക്കാൻ തന്റെ ആ കർത്തൃത്വ ബുദ്ധിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടവിടെ ഈ പറയുന്നതായ സമുച്ചയദോഷം അവിടെ വരുന്നില്ല, അജ്ഞനായതുകൊണ്ട്. അങ്ങനെയൊരു സംശയം വരാറുണ്ട്. അപ്പോൾ ഈ യോഗ കർമ്മസ കൗശലം, കർമ്മത്തിൽ വരുന്ന കൗശലം എന്ന് പറയുമ്പോൾ ഇതെല്ലാം എടുക്കുന്നു. ലൗകികമായി ആ കർമ്മത്തിൽ വരുന്ന സാമർഥ്യം, ആധ്യാത്മികമായി കർമ്മയോഗിക്ക് ആ കർമ്മം കൊണ്ടുവരുന്ന നേട്ടം, ഇതെല്ലാം ആ കൗശലത്തിൽപ്പെടുന്നു. അപ്പോൾ കർമ്മയോഗിയുടെ സ്വധർമ്മത്തിലും, കർമ്മ കൗശലം എന്ന് പറയുന്നിടത്ത് സ്വധർമ്മത്തിലും ഇത് വരും. കർമ്മയോഗി സ്വധർമ്മം എന്താണെന്ന് നിർണയിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് ശാസ്ത്രം നോക്കി നിർണയിക്കാൻ ഒക്കത്തില്ല സ്വധർമ്മത്തെ. എന്തുകൊണ്ട്? ആ ശാസ്ത്രത്തിന്റെ കാലം മാറിപ്പോയി. തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ, എനിക്ക് ശാസ്ത്രം പ്രമാണമാണ് എന്ന് പറഞ്ഞ ആ കാലം പോയി. ആ ശാസ്ത്രത്തിൽ നിന്ന് ധർമ്മത്തിന്റെ മൂല്യത്തെ ഉൾക്കൊള്ളാം, ധർമ്മത്തിന്റെ സ്വഭാവത്തെ നമുക്ക് കിട്ടുന്നില്ല. കാരണം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മം ഇന്നില്ല. ഇന്ന് കർമ്മയോഗിയുടെ ജോലി എന്ന് പറയുന്നത് സ്കൂൾ നടത്തി, ആശുപത്രി നടത്തുകയൊക്കെയാണ്. ഇതൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇഷ്ടപൂർത്ത കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് അവിടെ പറയുന്ന അങ്ങേയറ്റത്തെ ഒരു സാമൂഹിക വീക്ഷണം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സംഭവിച്ചിട്ടുള്ള ഒരു ന്യൂനതയും. അതാണ് ന്യൂനതകളെ തിരിച്ചറിയുന്നത് നല്ലതാണ്. അതായത് അവിടെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ, അത് തികച്ചും വ്യക്തിനിഷ്ഠമായി, സമൂഹവും അതുമായിട്ടൊരു ബന്ധമുണ്ട്. ഇന്ന് എന്ന് പറയുന്നത് അത് കാലം മാറിപ്പോയി. ഇന്ന് സമൂഹത്തിൽ നിന്ന് വേറിട്ട് മനുഷ്യന് നിൽക്കാൻ വയ്യ, ആധ്യാത്മികമായി പോലും ജീവിക്കാൻ പറ്റത്തില്ല. പണ്ട്
ആത്മീയ മാർഗം സ്വീകരിക്കുന്നതിന് സമൂഹത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോകാൻ വേണ്ടി, കാട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കാട് സമൂഹത്തിന്റെ ഭാഗമായി പോയി. അതുകൊണ്ട് എന്താണ്, സമൂഹത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മീയത ഇന്ന് മനുഷ്യരില്ല. അപ്പൊ സമൂഹത്തിന്റെ മധ്യത്തിൽ തന്നെ നിൽക്കണം. അപ്പോൾ ധർമ്മത്തെ നിർണ്ണയിക്കുന്നതിന് ശാസ്ത്രത്തെ അവലംബിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ശാസ്ത്രങ്ങളിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇന്ന് നമ്മൾ ആശ്രയിക്കുന്നത് എന്താണ്? അതിനുള്ള സൂചനകളൊക്കെ പണ്ട് തന്നെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുനീനാം യഥോത്തരം പ്രമാണം. അന്നന്ന് അതാത് കാലഘട്ടത്തിൽ വന്ന് അതാത് കാലഘട്ടത്തിൽ ഉള്ള ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്നതിനെ ധർമ്മമായി സ്വീകരിക്കുക. അതാണ്. അപ്പൊ ഇന്ന് ആചാര്യന്മാര്, ഗുരുക്കന്മാര് ധർമ്മമായിട്ട് നിർദ്ദേശിക്കുന്ന എന്താണ്? സമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവൃത്തികളത്. അപ്പൊ സമൂഹത്തിന് നന്മ ചെയ്യുന്നു എന്ന്, നന്മ ചെയ്യാൻ ഉതകുന്ന പ്രവൃത്തികളെല്ലാം ഇന്ന് നമുക്ക് സ്വധർമ്മമായിട്ട് സ്വീകരിക്കാം. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. കാരണം അതാണെന്ന് ആധുനിക കാലത്തെ ആചാര്യന്മാരെല്ലാം പറയും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സമൂഹത്തിന് നന്മ വരുന്ന പ്രവൃത്തികളാണ്. അപ്പം അത്തരം നന്മ വരുന്ന പ്രവൃത്തികൾ അത് സ്വധർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? സ്വാർജിതമായ വിവേകം കൂടി വേണം. അതുകൂടി ഉപയോഗിക്കും. ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റത്തുള്ളൂ. എന്താണ്? സമൂഹത്തിന് നന്മ വരുന്ന പ്രവൃത്തികൾ. അതാണ് ആശുപത്രി, സ്കൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതില് സ്വാർജിതമായ വിവേകം കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പ്രത്യേകം പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗുരുവിനെ ശ്വാസം മുട്ടിക്കും. ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ, ഓരോ കാര്യങ്ങളും എന്നാൽ പിന്നെ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്ത് കളയാം. ഇന്ന് രാവിലെ എത്ര മണിക്ക് എണീക്കണം, നാളെ ഇനി എത്ര മണിക്ക് എണീക്കണം, ഇന്നെന്ത് ഭക്ഷണം കഴിക്കണം, നാളെ എന്ത് ഭക്ഷണം കഴിക്കണം, ഇതെല്ലാം ഗുരുവിൽ നിന്ന് പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരു ചിലപ്പോൾ ദേഹത്യാഗം ചെയ്ത് കളയും, ശ്വാസം മുട്ടിപ്പോകും. വേറെ രക്ഷപ്പെടാനൊരു മാർഗം കാണത്തില്ല. കാരണം അത് ഒരു ആൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായി പോകും. അതുകൊണ്ട് ഗുരുവിനെ ശ്വാസം മുട്ടിക്കാതെ എന്താണ് അതിന്റെ താല്പര്യത്തെ, ധർമ്മത്തെ, മൂല്യത്തെ സ്വയം മനസ്സിലാക്കുന്നതിനുള്ള വിവേകത്തോടുകൂടി ഒരാൾ ധർമ്മ പ്രവൃത്തികളിൽ ഏർപ്പെടുക. അങ്ങനെയാണ് സ്വധർമ്മത്തെ നമ്മളിന്ന് തിരിച്ചറിയുന്നത്. അത് സാന്ദർഭ്യമായിട്ട് പറയാൻ കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മളെങ്ങനെ സ്വധർമ്മത്തെ തിരിച്ചറിയും? ശാസ്ത്രം നോക്കിയാൽ അവിടെ എഴുതിയിട്ടില്ല. ശാസ്ത്രത്തിൽ സ്കൂളിന്റെ കാര്യം എഴുതിയിട്ടില്ല, ആശുപത്രിയുടെ കാര്യമൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു രംഗത്ത്. പിന്നെ എങ്ങനെ? അപ്പൊ അവിടെ എന്താണ്? അതിൽ വരുന്ന മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ആ മൂല്യങ്ങളിൽ ചോർച്ച വരാതെ സ്വന്തം വിവേകം ഉപയോഗിച്ച് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് കർമ്മയോഗി ആത്മാർത്ഥം ചെയ്യുന്ന കാര്യങ്ങൾ ലോകാർത്ഥമായി പരിണമിക്കുന്നു. ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് പരിണമിക്കും. അതുകൊണ്ട് അക്കാര്യത്തിലും, പക്ഷെ അവിടെയെല്ലാം സ്വന്തം വിവേകത്തെയും ഒരാൾ ഉപയോഗിക്കാൻ തയ്യാറാണ്. അതും വേണം. അപ്പോൾ ആ വിവേകത്തെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ മറ്റു പല ബുദ്ധിമുട്ടുകൾക്കും, നേരത്തെ ഞാൻ പറഞ്ഞ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയാവും. അത് വരാൻ പറ്റും. കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ തന്നെ, നേരത്തെ പറഞ്ഞല്ലോ, യോഗേന യോഗോ ജ്ഞാതം, യോഗത്തിലൂടെ തന്നെ യോഗത്തെ അറിയണം, തിരിച്ചറിയണം. അപ്പൊ യോഗത്തിലൂടെ ഒരാൾ യോഗത്തെ തിരിച്ചറിയുമ്പോൾ അയാൾക്ക് അയാളുടെ കർമ്മത്തെയും തിരിച്ചറിയാം.
അതിനുള്ള വിവേകം അയാളിൽ ഉണ്ടാകും. അതായത് പാകം ചെയ്യുന്നതിനുള്ള സാമഗ്രികൾ, അടപ്പ്, വെള്ളം, വിറക്, അരി, ഇതെല്ലാം കരഗതമായി കഴിഞ്ഞാൽ ഇനി പാകം ചെയ്യേണ്ടത് ഈശ്വരന്റെ ജോലിയാണ് എന്നാഗ്രഹിച്ചു പോയാൽ അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഈശ്വരൻ വന്ന് പാകം ചെയ്യട്ടെ. അപ്പൊ അവിടെ പാകം ചെയ്യേണ്ട ജോലി ഈശ്വരൻ നമ്മളിൽ, പിന്നെ കർമ്മയോഗിക്ക് ചെയ്യാനൊന്നുമില്ലാതെ ഇത്രയും സാധനങ്ങൾ സജ്ജീകരിച്ചു തന്നിട്ട് പിന്നെ ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു വന്നിട്ട് അതുകൂടെ ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മയോഗി ചെയ്യാനില്ല. അപ്പൊ ചിലരതാണ് ആഗ്രഹിക്കുന്നത്, അതുകൂടെ വന്ന് ഈശ്വരൻ ചെയ്യട്ടെ, താൻ യോഗിയാണ്. ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഭക്ഷിക്കുന്ന ഒരു ജോലിയുണ്ട്, അതും ഈശ്വരൻ ചെയ്തു തരട്ടെ എന്ന് പറയുന്നതിന് തുല്യമാണ് നമ്മുടെ വിവേകത്തെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് എങ്ങനെ പാകം ചെയ്യണമെന്നുള്ള വിവേകം അവന് വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പാകം ചെയ്തു വരുന്ന ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നുള്ളത് വിവേകം അവന് വേണം. കർമ്മയോഗിക്ക് ഇത്രയും ആവശ്യമാണ്. അല്ല, ഇത്തരം കാര്യങ്ങൾ കൂടി ഭഗവാൻ ചെയ്തു തരണം, അത് ഭഗവാൻ ചെയ്തു തന്നാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഭഗവാനാണ് ചെയ്യേണ്ടത്, ഞാനല്ല, എന്നിൽ ഒരു ലേശം പോലും അഹന്തയില്ല, അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി ഭഗവാൻ ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു മനോഭാവം അത് വിവരക്കേടാണ്, വിവേകമല്ല, വിവേകമില്ലായ്മയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു വിവേകം സ്വയം അയാൾക്ക് വേണം. അല്ല, ആ സന്ദർഭത്തിനും പറയുകയാണ് ഇതൊന്ന് ഭഗവാൻ ചെയ്തു തരട്ടെ. രണ്ട് കാര്യമാണ്. ഇത്തരം പ്രവൃത്തികൾ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് കരുതുന്നതിന് പകരം ഇത്തരം പ്രവൃത്തികൾ ഭഗവാൻ ചെയ്യട്ടെ എന്ന് കരുതിയാൽ അത് മൂഢത്വമാണ്. ഇത് രണ്ടും ആൾക്കാർക്ക് തിരിഞ്ഞു പോകും. ആ പ്രവൃത്തി ചെയ്യുന്നതിന് ഉള്ള സാമർഥ്യം എനിക്ക് നൽകിയത് ഈശ്വരനാണെന്ന് സ്മരിക്കുക, എന്നുള്ളതിന് പകരം ആ പ്രവൃത്തി ഈശ്വരൻ ചെയ്യട്ടെ എന്ന് ധരിക്കുന്നു. അങ്ങനെ കർമ്മയോഗിക്ക് ധരിക്കാൻ ഒക്കത്തില്ല. രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കർമ്മയോഗം എന്ന് പറയുന്നത് അവിടെ ഇല്ലാതെ പോകും. അങ്ങനെ ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? അയാളുടെ ആലസ്യം, നിദ്ര, ഇത്തരത്തിലുള്ള താമസഭാവങ്ങൾ അയാൾ വളർത്തുകയായിരിക്കും ചെയ്യുന്നത്. അതൊരു ഒരു എക്സ്ക്യൂസ് ആയിരിക്കും, തന്റെ കർത്തവ്യത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനുള്ള. അപ്പൊ ഈ സ്വധർമ്മത്തെ നിർണയിക്കുന്നതിന് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. സ്വധർമ്മത്തെ നിർണയിക്കുന്നിടത്ത് സ്വന്തം വിവേകത്തെ ഉപയോഗിക്കും. അപ്പൊ ഇത്രയും സാധനങ്ങൾ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത് പാകം ചെയ്യുക എന്ന പ്രവൃത്തി ചെയ്യേണ്ടത് തന്റെ ധർമ്മമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കർമ്മയോഗിക്ക് ഉണ്ടാകണം. കാരണം അവന് വിശപ്പുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് ചെയ്യണം. അപ്പൊ ആ സന്ദർഭത്തിൽ ഇതെല്ലാം അവിടെ വച്ചിട്ട് നേരെ പോയി ഗുരുവിനെ കൊണ്ട് ചോദിച്ചിട്ട് വരാം, പാകം ചെയ്യണോ വേണ്ടേ? അതായത് താൻ ചെയ്യേണ്ട ജോലികൾ കൂടി ഗുരുവിനെ ഏൽപ്പിക്കുകയാണ്. താൻ അത്രയും ഫ്രീഡം, ഭാരമെല്ലാം അങ്ങോട്ടിരുന്നോട്ടെന്നുണ്ടോ. അങ്ങനെയല്ല വേണ്ടത്. സ്വന്തം വിവേകം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ സ്വന്തം വിവേകം ഉപയോഗിക്കണം. അത് അത്തരം സന്ദർഭങ്ങളിൽ അതിന് ശരിയായ വിനയം, മറ്റ് വേണ്ട സദ്ഗുണങ്ങളെല്ലാം അതിനോടൊപ്പം ഉണ്ടായിരിക്കണം. അത് വേറെ കാര്യം. ഈശ്വരബോധം വേണം.
കർമ്മയോഗി എങ്ങനെ കർമ്മങ്ങളെ തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ അനുഷ്ഠിക്കുന്നു കാര്യം പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങളിൽ എന്തെങ്കിലും പ്രമാദം സംഭവിച്ചാലോ? അങ്ങനെ ചില ചോദിക്കാൻ. നമ്മളൊരു കർമ്മം തിരഞ്ഞെടുത്തു, സത്കർമ്മമെന്ന് വിചാരിച്ചാണത് തിരഞ്ഞെടുത്തത്. പക്ഷെ ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത് അത് വിപരീത ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. ദുഷ്കർമ്മം ആണെന്ന് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ വിവേകമെല്ലാം ഉപയോഗിച്ചാണ് ആ കർമ്മത്തെ എടുത്തെങ്കിൽ അങ്ങനെ പറ്റാറുണ്ട് പലപ്പോഴും. ശരിയാണെന്ന് വിചാരിച്ചൊരു കർമ്മത്തിൽ ഇറങ്ങുക, മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ലാഭവും നഷ്ടവും ഇടയില്ല ഒരു കാര്യത്തിൽ പറഞ്ഞല്ലോ. അതാണ് ലാഭനഷ്ടങ്ങളിൽ ഭൗതികമായി വരുന്ന ലാഭനഷ്ടങ്ങളിൽ സമബുദ്ധി വേണമെന്ന് പറയുന്നത്. ഒരു കർമ്മം ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ ആ കർമ്മത്തിൽ ന്യൂനതകൾ വരാം, വിപരീത ഫലങ്ങൾ വരാം, ഇതെല്ലാം സംഭവിക്കാം. അവിടെയും സമത്വബുദ്ധി വേണമെന്നാണ് പറയുന്നത്. അല്ല സത്കർമ്മങ്ങളിൽ പിന്നെ സമത്വബുദ്ധിയുടെ ആവശ്യമില്ല. ശുഭഫലം മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ സമത്വബുദ്ധിയുടെ ആവശ്യം വരുന്നില്ല. ഒരു കർമ്മങ്ങളിൽ ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ അത് ശുഭമായി പര്യവസാനം വരും, ചിലപ്പോൾ ദുഃഖകരമായി വരും. ഗഹന കർമ്മണോ ഗതി. ഭഗവാൻ തന്നെ പറയുന്നു, കർമ്മത്തിന്റെ രഹസ്യം മുഴുവൻ എനിക്കേ അറിയാവൂ. സ്വന്തം വിവേകം ഉപയോഗിച്ച് ഒരു കർമ്മത്തെ തിരഞ്ഞെടുത്ത് അനുഷ്ഠിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നു കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും ഒരു കർമ്മയോഗിയെ ബാധിക്കുന്നില്ല. അതാണ് സമത്വം എന്ന് പറയുന്നത്. യോഗ കർമ്മസ് കൗശലം എന്ന് പറയുമ്പോൾ അങ്ങനെ കർമ്മ രംഗത്ത് വരാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇതെല്ലാം പല സന്ദർഭങ്ങളിൽ പലതരത്തിൽ വിശദീകരിക്കുന്നു. ഇത്തരം മഹാത്മാക്കളുടെ ജീവിത ദൃഷ്ടാന്തങ്ങളിൽ നിന്നത് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ഉപദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആത്യന്തികമായിട്ട് ഇതെല്ലാം സ്വാനുഭവത്തിൽ കൂടിയും മനസ്സിലാക്കും. മറ്റ് കർമ്മയോഗത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്വധർമ്മത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നു. സമൂഹം, അതായത് ഒരു കർമ്മയോഗിക്ക് കർമ്മം ചെയ്യുമ്പോൾ ഒരുപാട് മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്, സത്യധർമാദികളെല്ലാം പരിപാലിക്കേണ്ടതുണ്ട്. കർമ്മയോഗി നിൽക്കുന്ന കർമ്മരംഗത്ത് സമൂഹത്തിൽ ഇതൊന്നും പരിപാലിക്കപ്പെടുന്നില്ലായിരുന്നു. അത് മറ്റൊരു വിഷയമാണ്. സമൂഹം എന്ന് പറയുന്നത് പൊതുവെ ധർമ്മത്തിലോ നീതിയിലോ ഒന്നും താല്പര്യമില്ല. സമൂഹം സ്വാർത്ഥത്തിലാണ്. സമൂഹത്തിനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് അജ്ഞതയാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ സ്വാഭാവികമാണ്. സമൂഹത്തിൽ നിന്ന് നമ്മൾക്കതൊന്നും പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? സമൂഹത്തിന് കർമ്മപ്രേരകമായിരിക്കുന്നത് കാമനയും അജ്ഞതയുമാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവനാണ് കർമ്മയോഗി. അപ്പൊ സമൂഹത്തിന്റെ മൂല്യച്യുതിയെക്കുറിച്ച് കർമ്മയോഗിക്ക് വിലപിക്കുന്നില്ല. കാരണം അതിന്റെ രഹസ്യം കർമ്മയോഗിക്ക് അറിയാം. സമൂഹത്തിന് അതങ്ങനെ പറ്റും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുത്തും? സമൂഹത്തിന്റെ ഈ മൂല്യച്യുതികളും കർമ്മയോഗിയുടെ മൂല്യവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് കർമ്മയോഗിക്ക് കർമ്മം ചെയ്യാൻ പറ്റും? സമൂഹത്തെ പരിവർത്തനപ്പെടുത്താനും തന്റെ വഴിക്ക് കൊണ്ടുവരാനും എന്ന് കർമ്മയോഗി കഴിഞ്ഞെന്ന് വരത്തില്ല. മാറിയാൽ തന്നെ വ്യക്തികളെ മാറും, സമൂഹം മാറത്തില്ല. സമൂഹം ആ സ്വഭാവത്തിൽ തന്നെ പോകും. അനാദിയായിട്ട് ഇത് ഒരേ സ്വഭാവത്തിൽ പോകുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. വ്യക്തികൾ മാറുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവതാരങ്ങൾ വരുന്നത്. രാമനും കൃഷ്ണനും എല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും സമൂഹം ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം അന്ന് ഇതിനേക്കാൾ കൂടുതൽ ദുഷ്ടന്മാരും അസുരന്മാരും ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്നതിന് ഹീനമായ പ്രവൃത്തികൾ ചെയ്തവരാണ് അന്ന് നമ്മൾ അസുരന്മാരെന്ന് വിളിച്ചിരുന്നത്.
അപ്പൊ സമൂഹത്തിന്റെ പൊതുവായ സ്വഭാവത്തിന് ഒരു കാലഘട്ടത്തിലും മാറ്റം വരുന്നില്ല. എല്ലാ കർമ്മയോഗികളും ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് കർമ്മം ചെയ്തിട്ടുള്ളത്. സമൂഹം അങ്ങനെ ആയതുകൊണ്ട് കർമ്മയോഗിക്ക് അതിനോട് ചേരാൻ പറ്റത്തില്ല. അപ്പൊ കർമ്മയോഗി എപ്പോഴും എന്ത് ചെയ്യുന്നു? സമൂഹത്തിന്റെ തിന്മകളിൽ നിന്നും മാറി നിന്നു, സമൂഹത്തിന്റെ മൂല്യച്യുതികളിൽ പെടാതെ കർമ്മയോഗം അനുഷ്ഠിച്ചു പോകുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു ഭാഷകാരൻ, ധർമാധർമ്മ വിവേകപൂർവകം. കർമ്മയോഗി ധർമ്മത്തെ അറിഞ്ഞാൽ പോരാ, അധർമ്മം എന്താണെന്നും അറിയണം. അധർമ്മത്തിൽ പെട്ടുപോകുന്ന എന്തുകൊണ്ട്? പലപ്പോഴും അധർമ്മത്തെ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലെല്ലാം പറയും ധർമ്മ അധർമ്മ വിവേകപൂർവ്വം. അപ്പൊ അധർമ്മത്തെ തിരിച്ചറിയണം. ആ അധർമ്മത്തിലേക്ക് പോകുന്നത് കർമ്മയോഗമല്ല എന്ന് പറയണം. അല്ലെങ്കിൽ അധർമ്മത്തെ അയാൾ കർമ്മയോഗമായി ചെയ്യാൻ ശ്രമിക്കും. അത് നിഷ്പ്രയോജനമാണ്. സ്വധർമ്മം അല്ലാത്തത് അല്ലെങ്കിൽ അധർമ്മത്തെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കർമ്മയോഗിക്ക് അധർമ്മത്തെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണം. മാറി നിന്ന് സ്വധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടി വരും. അപ്പൊ തന്റെ ധർമാനുഷ്ഠാനത്തിൽ വളരെ ജാഗ്രത ആവശ്യമാണ്. സ്വധർമ്മത്തെ നിർണയിക്കുന്നതിനും അതിനെ അനുഷ്ഠിക്കുന്നതിനുമെല്ലാം ഇത്തരം ജാഗ്രത കർമ്മയോഗിക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഈ കർമ്മത്തിന്റെ കൗശലത്തിൽപ്പെടുന്നതാണ്. കർമ്മകൗശലത്തിൽ ഇതെല്ലാം പെടുന്നു. അതായത് കർമ്മയോഗി മനോഭാവം എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ്. പക്ഷെ സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സമൂഹം എന്ന് പറയുന്നതിൽ എല്ലാ ഹിംസാപ്രവണതകളും ഉണ്ട്. അക്രമം, ഹിംസ എല്ലാ സമൂഹത്തിലുണ്ട്. അത്തരം അക്രമം, ഹിംസ എല്ലാം കർമ്മയോഗിയുടെ നേരെ വരുമ്പോൾ കർമ്മയോഗി എന്ത് നിലപാടെടുക്കും? അതാണ് മറ്റൊരു പ്രശ്നമായി ചിലർ ചോദിക്കുന്നു. സമൂഹത്തിന്റെ ഹിംസ കർമ്മയോഗിയുടെ നേരെ വരും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞ എന്താണ്? യുദ്ധം പോലും കർമ്മയോഗമായി അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് യുദ്ധവും അനിവാര്യമായി വരും. വന്നു കഴിഞ്ഞാൽ അത് യോഗാത്മകമായി ചെയ്യുക, അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഇവിടെ യുദ്ധം ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല, അക്രമത്തിൽ നിന്ന് സ്വന്തം തടിയെ രക്ഷിക്കാനുള്ള യുദ്ധം. അപ്പൊ ഏത് നിലയിലും ഏത് കർമ്മരംഗത്തിനും കർമ്മയോഗി തയ്യാറായിരിക്കണം എന്നർത്ഥം. അക്രമത്തിന് കീഴ്പ്പെടാൻ പാടില്ല, അനീതിക്ക് കീഴ്പ്പെടാനും പാടില്ല. താൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നില്ല, താൻ മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയനാകാനും പാടില്ല. അതിനാണ് അധർമ്മത്തെക്കുറിച്ചുള്ള വിവേകം വേണമെന്ന് പറയുന്നത്. നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കർമ്മയോഗി മറ്റുള്ളവരെ പറ്റിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ പറ്റിപ്പിന് വിധേയനാകാനും പാടില്ല. അപ്പോ അങ്ങനെ ചിലത് ധരിക്കാറുണ്ട്. സാത്വികത എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്, മൂഢത്വമാണ്. മൂഢനല്ല കർമ്മയോഗി, അതല്ല, ബുദ്ധിയുടെ ഏകാഗ്രതയുള്ളവനാണ്. അതുകൊണ്ട് കർമ്മയോഗി അങ്ങനെ വെട്ടിൽ വീഴ്ത്താനും പറ്റത്തില്ല. അത് മണ്ടന്മാരാണ് വീണുപോകുന്നത്, അതും വരാൻ പാടില്ല. സാത്വികമായ ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും കർമ്മയോഗി, കർമ്മരംഗത്ത് നിൽക്കുന്നവൻ എല്ലാ തരത്തിലും സജ്ജനായിരിക്കുന്നു. അങ്ങനെയുള്ളവനെ കർമ്മയോഗത്തിൽ നിൽക്കാൻ പറ്റും. എവിടെയെങ്കിലും പോയി തല്ലും വാങ്ങിച്ചിട്ട് ഞാൻ കർമ്മയോഗിയായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയെന്ന് വിലപിക്കുന്നതിന് അർത്ഥമില്ല. തല്ല് കൊള്ളാതെ സൂക്ഷിച്ചു നിന്നോണം. കുറഞ്ഞ പക്ഷം തടയാനെങ്കിലും പഠിച്ചിരിക്കുകയും വേണം കർമ്മയോഗി. അല്ലെങ്കിൽ അത് മൂഢത്വമായി പോകും. അങ്ങനെ വരാൻ പാടില്ല. ഇതെല്ലാം എന്ത് വരുന്നു? യോഗ കർമ്മസകൗശലം.
യോഗ കർമ്മസ് കൗശലം എന്ന് പറയുന്നതിന് പലരും വ്യാഖ്യാനിച്ചിട്ടുള്ളിടത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ പലരും വ്യാഖ്യാനിക്കുന്നിടത്ത് ആ പറയുന്ന സമത്വ ബുദ്ധി ഈശ്വരാർപ്പിത ജയസ് എന്നുള്ളത് അപ്രധാനമായി കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ പൂർണ്ണമാകും. എല്ലാ വ്യാഖ്യാനങ്ങളിലും കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കതിലൊരു പൂർണ്ണതയാണ് അനുഭവപ്പെടുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഈ കർമ്മയോഗത്തിന്റെ ഭാഗമായി വരണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമത്വ ബുദ്ധി ഈശ്വരാർപ്പിത ചേത തയാ തത് കൗശലം കുശല ഭവ. അതാണ് കർമ്മ യോഗത്തിന്റെ സാമർഥ്യം. അതിൽ ബാക്കി വരുന്ന ഭാഗം നമ്മൾ തുടർന്ന് ചെയ്യും. ശ്ലോകത്തിലേക്ക് നോക്കുക. ബുദ്ധിയുക്തോ ജഹാതീഹ ബുദ്ധി സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.